നമസ്കാരം. മലപ്പുറം കൂരിയാട് ദേശീയപാതയിലെ പാതകം കണ്ട് ഞെട്ടിയിരിക്കുമ്പോഴാണ് നമ്മുടെ തൃശ്ശൂരും വിള്ളലും വിറയിലും ഒക്കെ കണ്ടത്. ദേശീയപാത തന്നെയാണ് ഇവിടെയും വില്ലൻ. ചാവക്കാട് മണത്തലയിലാണ് സംഭവം. ദേശീയപാത 66 കടന്നു പോകുന്നത്. നാട്ടുകാർക്ക് കിട്ടിയതാകട്ടെ 8 പണി. മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിന് മുൻപിലെ മേൽപ്പാലത്തിൽ ടാറിട്ട ഭാഗത്താണ് വലിയ വിള്ളൽ വീണത്. പരാതി എഴുതിയാൽ കടലാസും മഷിയുമൊക്കെ കളയാമെന്നല്ലാതെ മറ്റ് പ്രയോജനം ഇല്ലെന്നറിയാവുന്ന പ്രദേശവാസികൾ ദൃശ്യങ്ങളൊക്കെ പകർത്തി ഫേസ്ബുക്കിലിട്ടു. നേരിയ മഴത്തണുപ്പാണ്. പക്ഷേ സമൂഹ മാധ്യമങ്ങളുടെ വിമർശന ചൂടേറ്റപ്പോൾ ദേശീയപാതയുടെ അധികൃതരൊക്കെ ഉണർന്നു. പിന്നെ കണ്ടത് തൊലിപ്പുറത്തെ ഒരു ചികിത്സയാണ്. ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കൽ എന്ന് വേണമെങ്കിലും പറയാം. അല്പം പാറപ്പൊടി, അല്പം ടാറ്, പ്രതിവിധി ശരശരോ നിന്നു പോന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനായിട്ടില്ല. അവർ പ്രതിഷേധത്തിന് മൂർച്ച കൂട്ടിയിരിക്കുകയാണ്. നിലവിൽ ഈ ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുക്കാത്തതാണ് വലിയ അപകടങ്ങൾ ഒഴിവാക്കിയത്. ജില്ലാ ഭരണകൂടവും MLAയും ഒക്കെ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞു. വിദഗ്ധ സമിതി സ്ഥലം സന്ദർശിച്ച് കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. എന്തായാലും വെറും പാറപ്പൊടി പരിപാടി പറ്റില്ല എന്ന് തന്നെ നാട്ടുകാർ കട്ടായം പറയുന്നു. യാതൊരു ആസൂത്രണവുമില്ലാത്ത പണികൾ കൊണ്ട് ജീവിതം തന്നെ വഴിമുട്ടിയവർ ഈ പ്രദേശത്തുണ്ട്. അക്കരപ്പറമ്പിൽ അശോകന്റെ വീടും പരിസരവും മാത്രം കണ്ടാൽ മതി ദുരിതത്തിന്റെ ആഴമറിയാൻ. ടാർ മിശ്രിതവും ചെളിവെള്ളവും എല്ലാം ഒലിച്ചിറങ്ങി മുറ്റത്തും തൊടിയിലും നിറഞ്ഞിങ്ങനെ കിടക്കുകയാണ്. പക്ഷെ പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങൂല എന്ന മട്ടിലിരിക്കുകയാണ് ദേശീയപാത അധികൃതർ. എന്തായാലും മഴയിങ്ങെത്തുമ്പോൾ നാട്ടുകാരുടെ മനമാകെ ആശങ്ക നിറയുകയാണ്. ദേശീയപാത 66 നിന്നും 544 ജനങ്ങളുടെ ദുരിതത്തിന് അറുതിയില്ല. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കുതിരാനിലെ കുരുക്കഴിഞ്ഞപ്പോൾ ദേ വരുന്നു അടുത്ത പണി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന കല്ലിടുക്കും മുടിക്കോടും കുപ്പിക്കഴുത്തിൽ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുകയാണ്. അശാസ്ത്രീയമായ ഗതാഗത പരിഷ്കാരം, തകർന്ന സർവീസ് റോഡുകൾ, ഇഴഞ്ഞു നീങ്ങുന്ന ജോലികൾ. ജനത്തിൻ്റെ ക്ഷമ പരീക്ഷിക്കാൻ ഇനി എന്തു വേണം? കാര്യം എങ്ങനെയൊക്കെ ആണെങ്കിലും ടോൾ പിരിവിന് ഒരു കുറവുമില്ല. കുഴികളിൽ കയറി ഇറങ്ങി നടുവൊടിയുന്ന ആരോഗ്യനഷ്ടം, ഗതാഗതക്കുരുക്കിലെ സമയനഷ്ടം, പിന്നെ എല്ലാവിധത്തിലും ധനനഷ്ടം. അതിനും കൊടുക്കണം പണം അങ്ങോട്ട്. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്നാണല്ലോ.